നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ബാറ്റിംഗ് ഏറെ ദുഷ്കരമായ പിച്ചിലാണ് രോഹിത് ശർമ്മയുടെ അർദ്ധ സെഞ്ചുറി വന്നത്. അയർലൻഡിനെ ടീം ഇന്ത്യ പരാജയപ്പെടുത്തുമ്പോൾ മികച്ച പ്രകടനം തന്നെ നായകൻ നടത്തിയിരിക്കുന്നു. മുന്നിൽ നിന്ന് നയിച്ചു നായകൻ രോഹിത് ശർമ്മ എന്ന് തന്നെ പറയണം. 37 പന്തിൽ നിന്ന് 4 ഫോറും 3 സിക്സറും അടക്കം അദ്ദേഹം 52 റൺസ് എടുത്തു. റിട്ടയർഡ് ഹെർട്ടായിട്ട് മടങ്ങി. അദ്ദേഹത്തിൻ്റെ പരിക്കത്ര പ്രശ്നമല്ലാതാവട്ടെ, അതാണ് ഇപ്പോൾ ഇന്ത്യൻ ആരാധകർ ആഗ്രഹിക്കുന്നത്. കാരണം കീ പ്ലെയറാണ് ടീം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഹിറ്റ്മാൻ രോഹിത് ശർമ്മ. ഏതായാലും ഈ ഇന്നിങ്സോടുകൂടി അദ്ദേഹം ചില നാഴികക്കല്ലുകൾ പിന്നിട്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ചില റെക്കോർഡുകളും കുറിച്ചിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ട് ICC ലിമിറ്റഡ് ഓവർ ടൂർണമെന്റുകളിൽ 100 സിക്സറുകൾ തികക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായിട്ട് അദ്ദേഹം മാറുന്നു. ഫസ്റ്റ് ഇന്ത്യൻ ടു സ്മാഷ് 100 സിക്സേഴ്സ് ഇൻ ICC ലിമിറ്റഡ് ഓവർ ടൂർണമെന്റ്സ്. ഇന്നത്തെ പ്രകടനത്തോടുകൂടി അദ്ദേഹം ICC ലിമിറ്റഡ് ഓവർ ടൂർണമെന്റുകളിൽ 100 സിക്സറുകൾ തികക്കുന്ന ആദ്യ ഇന്ത്യക്കാരനായിട്ട് മാറിയിരിക്കുന്നു. 3 സിക്സറുകളാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നിട്ടുണ്ടായിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു റെക്കോർഡ് കൂടി അദ്ദേഹം സ്വന്തമാക്കി. ഫാസ്റ്റസ്റ്റ് ടു കംപ്ലീറ്റ് 4000 റൺസ് ഇൻ ടേംസ് ഓഫ് ബോൾസ് ഇൻ T20I മത്സരങ്ങളിൽ ഏറ്റവും വേഗത്തിൽ 4000 റൺസ് തികക്കുന്ന താരം. അത് ബോളുകളുടെ എണ്ണത്തിലാണ്. കുറച്ച് ബോളുകളിൽ 4000 റൺസിലേക്ക് എത്തിയ താരം എന്ന റെക്കോർഡ് കൂടി അദ്ദേഹം സ്വന്തമാക്കുന്നു. കൂടാതെ ചില നാഴികക്കല്ലുകൾ, ചില മൈൽ സ്റ്റോണുകൾ അദ്ദേഹം പിന്നിട്ടിട്ടുണ്ട്. ഒന്ന്, കംപ്ലീറ്റഡ് 4000 റൺസ് ഇൻ T20I. കഴിഞ്ഞില്ല, കംപ്ലീറ്റഡ് 1000 റൺസ് ഇൻ T20I വേൾഡ് കപ്പ്. T20I വേൾഡ് കപ്പിൽ അദ്ദേഹം 1000 റൺസ് കടന്നിരിക്കുന്നു. അതുപോലെ തന്നെ കംപ്ലീറ്റഡ് 600 സിക്സേഴ്സ് ഇൻ ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ അദ്ദേഹം 600 സിക്സറുകൾ എന്ന നേട്ടം കൂടി മറികടന്നിരിക്കുന്നു. അതുകൂടാതെ ടീം ഇന്ത്യക്കൊപ്പം അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ കണക്ക് 300 മാറിയിരിക്കുന്നു. അങ്ങനെ ഇന്ത്യക്ക് വേണ്ടി 300 വിജയങ്ങൾ നേടിയിട്ടുള്ള മൂന്നാമത്തെ താരമായിട്ട് അദ്ദേഹം മാറുന്നു രോഹിത് ശർമ്മ. കംപ്ലീറ്റഡ് 300 വിൻ ആസ് എ പ്ലെയർ ഇൻ ഇന്റർനാഷണൽ ക്രിക്കറ്റ്. അതായത് തേർഡ് ഇന്ത്യനാണ് അദ്ദേഹം. സച്ചിൻ ടെണ്ടുൽക്കറും വിരാട് കോഹ്ലിയുമാണ് അതിനു മുമ്പ് 300 അന്താരാഷ്ട്ര മത്സരങ്ങൾ ഇന്ത്യക്കായിട്ട് വിജയിച്ചിട്ടുള്ളത്. ഏതായാലും ഒരു പിടി നാഴികക്കല്ലുകൾ അദ്ദേഹം പിന്നിട്ടു. 2 ചരിത്രപരമായിട്ടുള്ള റെക്കോർഡുകൾ അദ്ദേഹം സ്വന്തമാക്കി. ഹിറ്റ്മാൻ മികച്ച തുടക്കം തന്നെയാണ് ഈ വേൾഡ് കപ്പിൽ ഇട്ടിരിക്കുന്നത്. ഇവിടെ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.